ഇന്നൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു വെറൈറ്റി രസമാണ്. നമ്മളെപ്പോഴും ഒരേ ടൈപ്പ് രസമല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് വെറൈറ്റി ആക്കാമെന്ന്. ഇതാണ് പച്ചമാങ്ങ രസം. മാങ്ങാക്കാലാണ്, എല്ലാവർക്കും മാങ്ങയൊക്കെ കിട്ടും. അപ്പോൾ നമ്മളൊരു പച്ചമാങ്ങ എടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളയുക. എന്നിട്ട് ഇതിനെ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മാങ്ങ മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഇതിങ്ങനെ ഉടഞ്ഞ് കിട്ടണം. ആ പരുവത്തിന് ഇതിനെ വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതിനെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനൊന്ന് ചട്ടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ചട്ടിയിലേക്ക് ചൂട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചൂടാറിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഞരടി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തവി വെച്ചിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ചൂടുണ്ട്. അതിനുശേഷം ഇതിലുള്ള ഈ വേസ്റ്റൊക്കെ എടുത്തിട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അപ്പോൾ ഞാനിതെടുത്ത് മാറ്റിയതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മളിത് അരിച്ചെടുക്കുന്ന ഈ വെള്ളമാണ് നമുക്ക് രസം വെക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഈ പൾപ്പിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പൾപ്പ് ഞാൻ കളയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് എല്ലാം ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പൾപ്പ് മാറ്റും ചെയ്യാം. ഇതിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇതിലത്തെ വെള്ളം. ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3 വെളുത്തുള്ളി ഇത്രയും ചതച്ച് മാറ്റി വെക്കുക. പിന്നെ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. പിന്നെ കുറച്ചുകൂടെ പുളി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഓവർ പുളിയായ രസത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് അല്ലെങ്കിൽ സവാള അരിഞ്ഞത് ഏതായാലും കുഴപ്പമില്ല, അതിട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കട്ടെ, എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ച വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്ര പണിയുള്ളൂ. നമ്മുടെ പച്ചമാങ്ങേൻ്റെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിഷുവൊക്കെ അല്ലേ വരുന്നത്, ഇപ്രാവശ്യം ഒരു വെറൈറ്റി രസം തന്നെ ആവട്ടെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്